റിഫ്ലെക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോസിൻ്റെ സൗണ്ട് ഡോക്ക് സീരീസ് 1 ഇതിൻ്റെ നമുക്ക് ഓക്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ബോസ് കമ്പനി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റീനെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. ഇതേപോലെ ഇതാണ് നമുക്ക് ഇത് ഇറങ്ങിയിട്ട് കുറേ കൊല്ലങ്ങളായി. ഇപ്പോൾ നമുക്ക് നിലവിൽ ഇത് മേടിക്കാൻ കിട്ടില്ല. ഇതേപോലത്തെ സിസ്റ്റമൊക്കെ നമ്മുടെ കൂട്ടുകാരുടെ കയ്യിൽ മിക്കവാറും ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ഇതിനുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സൗണ്ടിനോ അല്ലെങ്കിൽ വേറെ ആംപ്ലിഫയറിനൊന്നും കംപ്ലയിൻറ്റ് വരില്ല. നമുക്ക് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നത് ഈ ഭാഗത്താണ്. ഇത് നമ്മൾ ഫോൺ വെച്ച്, അതായത് ഐഫോണിൻ്റെ 4S അതേപോലെ തന്നെ ഐപോഡ് ഇതൊക്കെ വെച്ചിട്ടാണ്, പഴയമുള്ള ഐപോഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ പാട്ട് കേൾക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഇതേപോലെ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് റിമോട്ടിൽ വോളിയം കൂട്ടാൻ കുറയ്ക്കാം, അതേപോലെ തന്നെ ഇതിൻ്റെ പാട്ട് നെക്സ്റ്റ് അതായത് പുറകോട്ടേക്ക് നമുക്കിത് ഓഫ് ചെയ്യാം, പോസ് ചെയ്യാം, പ്ലേ ചെയ്യാം. ഇതൊക്കെ ഈ റിമോട്ടിൽ വന്നിരുന്നത്. അപ്പോൾ ഈ യൂണിറ്റ് നമ്മളിത് ഏകദേശം ഇങ്ങനെ എടുത്ത് വെച്ച് കുറേ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പ്രിൻ്റ് എല്ലാം കംപ്ലയിൻ്റ് ആവുമായിരുന്നു. ഇതിപ്പോൾ 2 പ്രാവശ്യം ഞാൻ മാറ്റി വെച്ചിട്ട് ഇത് ശരിയായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓക്സിലറി ഇൻപുട്ടും ഇല്ല. ഇതിൻ്റെ അടുത്തൊരു വെർഷൻ, അതായത് ബോസിൻ്റെ 2 ഓക്സ് ഇൻപുട്ടോട് കൂടിയാണ് ഇറങ്ങിയത്. സീരീസ് 1 ഓക്സ് ഇൻപുട്ട് ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഓക്സ് ഇൻപുട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഈ ബോസ് കമ്പനിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേൾക്കാൻ ഭയങ്കര ക്വാളിറ്റിയാണ്. ഇത് ബോസിൻ്റെ അക്കസ്റ്റമേറ്റ് സീരീസ് 5 എന്ന് പറഞ്ഞൊരു സിസ്റ്റത്തിൻ്റെ ക്യൂബ് സ്പീക്കറാണ്. ഇതിലിപ്പോൾ 2 ഊഫറായിട്ടാണ്, അതായത് ഇപ്പോൾ 2.5 ഇഞ്ച് ഇത് വരുന്നത്, 2.5 ഇഞ്ച് ഊഫറാണ് ഇത് വരുന്നത്. ഇതേപോലെ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 2.5 ഇഞ്ച് ഊഫറാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 2.5 ഇഞ്ച് ഫുൾ റേഞ്ച് സ്പീക്കറാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് 2.5 ഇഞ്ച് ഫുൾ റേഞ്ച് സ്പീക്കർ വരുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്ലാസ് ഡി ആംപ്ലിഫയർ ആയതുകൊണ്ട് നല്ലൊരു ക്വാളിറ്റി കേൾക്കാൻ. ഇതിനകത്ത് ഈ 2 സ്പീക്കർ മാത്രമുള്ളെങ്കിലും ഇതിനകത്ത് നിന്ന് തന്നെ ബാസും ട്രെബിളും മിഡും വളരെയധികം ക്വാളിറ്റിയാണ്. അത് ബോസിൻ്റെ ഏത് സിസ്റ്റം എടുത്താലും ഇതേപോലെയൊക്കെ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് കുറേ വഴികളും കാര്യങ്ങളും ഇട്ടതിന് ശേഷം ഇതിനകത്ത് ഉള്ളൊരു എയർ ഹോളുണ്ട്. ഈ എയർ ഹോൾ വഴിയാണ് ഇതിൻ്റെ എയർ ഇതിൽ കൂടെ പാസ് ചെയ്യുന്നത്. സൗണ്ട് ക്വാളിറ്റി വരുന്നത് ഫുൾ റേഞ്ച് സ്പീക്കർ ആയതുകൊണ്ട് ഇതിൽ കൂടെ നമുക്ക് ഒരു സോങ്സ് ഒക്കെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ക്വാളിറ്റിയാണ്. അതുകൊണ്ടാണ് ആൾക്കാർ ഏറ്റവും അധികം ഇത് മേടിച്ചിരുന്നത്. ഇതുമ്പോൾ തന്നെ 2 വോളിയം കൂട്ടാനും കുറയ്ക്കാനും ബട്ടണുണ്ട്. ഈ ഫോൺ വെക്കാനുള്ളൊരു സൗകര്യം കൊടുത്തിരുന്നു. പിന്നെയാണത് കംപ്ലയിൻ്റ് ആയതിനു ശേഷം ആൾക്കാർ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് ഇതേപോലെ ഒഴിവാക്കിയിരുന്നത്. പിന്നെ നമുക്ക് ഓക്സിലറി ഇൻപുട്ട് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ഒരു ബ്ലൂടൂത്ത് വഴിയായാലും നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലത്തെ ഒരു ബ്ലൂടൂത്തിൻ്റെ ഡിവൈസ് മേടിക്കുക. അത് നമ്മൾ ഓക്സിലറി ഇൻപുട്ട് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അതിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൻ്റെ ബ്ലൂടൂത്തും ഇതും തമ്മിൽ പെയർ ചെയ്താൽ നമുക്ക് അതുവഴി പാട്ട് കേൾക്കാം. നമുക്ക് ഇതിനകത്ത് ഇതിപ്പോൾ ഓക്സിലറി ഇൻപുട്ടൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. നമുക്കത് കാണിച്ചു തരാം എങ്ങനെ ചെയ്യണമെന്ന്. നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം. ഇതിപ്പോൾ ബ്ലൂടൂത്ത് വഴിയാണ് നമ്മളിതിപ്പോൾ പാട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഓക്സ് വഴിയാണ് നമ്മളിത് പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെയൊക്കെ ചെയ്തെന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ കൂടി ഓർക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. എന്നാലാണ് ഈ ചാനലിലെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ.
Thank you.